സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തത് സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നു. 2023 CAG റിപ്പോർട്ടിലാണ് 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയത്. സർക്കാരിന് ഈ ഇനത്തിൽ 40 കോടിയിലധികം രൂപ നഷ്ടം വന്നതായാണ് കണ്ടെത്തൽ. അതേസമയം തട്ടിപ്പ് നടത്തിയ ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയില്ല. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ വലിയൊരു വിവരം തന്നെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതായത് ഇക്കാര്യം സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. 2023 CAG റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നു. 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം തട്ടിയെടുത്തതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ പുറത്തു വന്ന പട്ടിക അനുസരിച്ചിട്ടാണെങ്കിൽ 1000-ഓളം അല്ലെങ്കിൽ 1500-ന് അകത്തുദ്യോഗസ്ഥർ മാത്രമായിരുന്ന പട്ടികയിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലും വലിയൊരു കണക്കിലേക്ക് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തന്നെയാണ് ഒരു വലിയൊരു കണക്കിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2022-23 വർഷത്തെ CAG റിപ്പോർട്ട് പ്രകാരമാണ് 9,000-ലധികം ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് പണം തട്ടിയെടുത്തതായിട്ട് CAG കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിവരം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും അവരത് പരിഹരിക്കാൻ തയ്യാറായില്ല. പക്ഷേ 2024 ആയപ്പോഴേക്കും 1458 പേര് മാത്രമാണ് പെൻഷൻ തട്ടിയെടുത്തത് എന്നൊരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത്. ഈ 9,000-ലധികം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുമ്പോഴും വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാർക്കെതിരെ എങ്ങനെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അഴിമതി നടന്നതായിട്ട് CAG നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാരിന് ഇതിന് വലിയ മറുപടിയൊന്നും പറയാനില്ല. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് പണം പിരിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ എപ്പോൾ നടപടിയെടുക്കും, എപ്പോൾ ഈ പണം പിടിച്ചെടുക്കുമെന്നൊരു കാര്യത്തിൽ മാത്രമാണ് നിലവിൽ ആശങ്കയുള്ളത്. ഈ നേരത്തെ തന്നെ 2022 റിപ്പോർട്ട് പ്രകാരം 9,201 പേർ ഇത്തരത്തിൽ തുക തട്ടിയെടുത്തു എന്ന് കണ്ടെത്തിയപ്പോൾ 40 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. ഈ നഷ്ടത്തുക ഇതുവരെ നികത്താനോ ഈ തുക തിരികെ ഖജനാവിലേക്ക് വെക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പിരിച്ചുവിട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ 400 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യം, അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ആ 400 പേരിൽ നിന്നും പണം കണ്ടെത്തിയിട്ടില്ല. മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തുണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ മസ്റ്ററിംഗ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തെ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ലിസ്റ്റിൽ കയറി പറ്റുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഖിൽ. ശരി ടിൻഡു, എന്തായാലും സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തത് സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2023 CAG റിപ്പോർട്ടിൽ 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇതിനുശേഷം മൗനം തുടരുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.